കേൾക്കാമോ ആയിഷ? സർ ഓക്കെ, ഒരു മിനിറ്റ് സ്ക്രീൻ ഷെയർ ഞാനിപ്പോ ചെയ്തോ. പ്രസന്റ് ചെയ്യാം. സർ കാണാൻ കാണാം പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. ഷെയർ. ഓക്കെ. അപ്പോൾ അവിടെ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ലിങ്ക് ഇതിൽ മാറിപ്പോയി സർ. അപ്പൊ അതെന്ത് ചെയ്യാന്നറിയോ? ഇനി വേറെ ഒന്നും ചെയ്യണ്ട. ബ്ലോഗിലോട്ട് ഒരിക്കൽ കൂടെ പോയേ. ആ ഹിസ്റ്ററി ആൻഡ് സൊല്യൂഷന്റെ ടാബ് എടുത്ത് അത് തന്നെ. എന്നിട്ട് അവിടെ ഏറ്റവും മുകളിൽ ഐഷ എസ് എടുത്ത് ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ഹെഡിങ് കാണിക്കടുത്ത് അവിടെ തന്നെ. റൈറ്റ്. ഇതാണ് ഇപ്പൊ ഓപ്പൺ ആയതാണ് നിങ്ങളുടെ ശരിക്കുള്ള URL. ഈ URL കോപ്പി ചെയ്യണം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് സെർച്ച് കൺസോളിൽ വന്ന് അവിടെ പ്രോപ്പർട്ടി കാണിക്കുന്നിടത്ത് ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് പ്രോപ്പർട്ടി ഒന്നേന്ന് കൊടുക്കുക. എന്നിട്ട് URL പ്രിഫിക്സിനകത്ത് പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ബ്ലോഗ് ഓട്ടോ വെരിഫൈഡ് ആയി, ഓണർഷിപ്പ് ഓട്ടോ വെരിഫൈഡ് ആയി. ഇനി ഗോ ടു പ്രോപ്പർട്ടി കൊടുക്കുക. അതായത് താൻ ഈ URL കൊടുക്കുന്നതിന് പകരം പോസ്റ്റിന്റെ URL ആണ് ആദ്യം വെരിഫൈ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തത്. മനസ്സിലായി? അപ്പൊ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും URL ഇൻസ്പെക്ഷൻ എന്നുള്ള സ്ഥലത്ത് എത്തുക. ലെഫ്റ്റ് സൈഡിൽ URL ഇൻസ്പെക്ഷൻ. എന്നിട്ട് അവിടെ URL പേസ്റ്റ് കൊടുക്കുക. ഇനി എൻ്റർ കൊടുക്കുക. അപ്പൊ അവിടെ URL ഈസ് നോട്ട് ഓൺ ഗൂഗിൾ കാണിക്കുന്നത്. ടെസ്റ്റ് ലൈവ് കൊടുക്കണം. റൈറ്റ് സൈഡിൽ ടെസ്റ്റ് ലൈവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതൊരു 10, 20, 30 സെക്കൻഡ് എടുക്കും. നമ്മളെ URLനെ ക്രോൾ ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോൾ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമാണ്. അപ്പൊ അതൊരു 10, 15 സെക്കൻഡ് 20 സെക്കൻഡ് കഴിയുമ്പോൾ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ചു അല്ലേ? ഇനി നമ്മൾ റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കുക. റിക്വസ്റ്റ് ഇൻഡെക്സിങ്. അതെ. ഇനി അത് ഇൻഡെക്സിങ് റിക്വസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബ്ലോഗിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പോസ്റ്റ് ഓപ്പൺ ആക്കണം. അതായത് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്നുള്ള ഹെഡിങ് കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യും. ഇനി ഇതിന്റെ URL ആണ് കോപ്പി ചെയ്യേണ്ടത്. അതായത് നമ്മൾ മെയിൻ URL സബ്മിറ്റ് ചെയ്ത പോലെ ബ്ലോഗ് പോസ്റ്റിന്റെ URLും സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി സെർച്ച് കൺസോളിൽ വന്നിട്ട് വീണ്ടും URL ഇൻസ്പെക്ഷൻ കൊടുക്കുക. എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ പോസ്റ്റിന്റെ URLും സബ്മിറ്റ് ചെയ്തു. അവിടെ അവൈലബിൾ നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ലൈവ് URL. ടെസ്റ്റ് ലൈവ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളെ പോസ്റ്റിനെയും ഗൂഗിൾ ക്രോൾ ചെയ്തിട്ട് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ച് പച്ച ടിക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇനി അപ്പം ഇനി റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുത്തോളൂ. ഇതിന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലോഗിനകത്ത് പോയിട്ട് നമ്മളെ ബ്ലോഗിന്റെ URL ഒരിക്കൽ കൂടെ ഓപ്പൺ ആക്കുക. അതായത് ഏറ്റവും മുകളിൽ ഐഷ എന്ന് കാണിക്കില്ലേ? അവിടെ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്തേ. ക്ലിക്ക് ചെയ്യുക. അപ്പൊ മെയിൻ URL വീണ്ടും എത്തി. ഇനി .com കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. blogspot.com കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് sitemap എന്നടിക്കുക. XML എൻ്റർ കൊടുക്കുക. അപ്പൊ നമ്മൾ XML സൈറ്റ് മാപ്പ് അവിടെ ഓപ്പൺ ആവും. എന്നിട്ട് ആ sitemap.xml എന്ന് പറയുന്ന ഫയൽ നെയിം മാത്രം കോപ്പി ചെയ്തെടുക്കുക. സ്ലാഷ് വേണ്ട. കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് സെർച്ച് കൺസോളിൽ വീണ്ടും വരിക. ലെഫ്റ്റ് മെനുവിൽ പേജസിന്റെ താഴെയായിട്ട് സൈറ്റ് മാപ്സ് എന്ന് കാണിക്കുന്നുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ സൈറ്റ് മാപ്പിന്റെ ഫയൽ നെയിം അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ? ഇതൊരു XML ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റിനകത്ത് നമ്മളെ വെബ്സൈറ്റിന്റെ അഥവാ നമ്മളെ ബ്ലോഗിന്റെ URLs ഉണ്ടാകും. അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ്, അതായത് അതിന്റെ ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ടൈം, ഡേറ്റ് ഒക്കെ ഗൂഗിളിന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇത്. XML ഫോർമാറ്റ് ആണ്. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈറ്റ് മാപ്പ് സബ്മിഷൻ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോട്ടിട്ട് കൊടുത്തോളൂ. അപ്പോൾ അവിടെ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്തെടുത്ത് സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജിന്റെ സൈറ്റ് മാപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഐഷ ഈ ബ്ലോഗിനകത്ത് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഓൺ പേജിനെ പറ്റിയുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താലും അത് വെരിഫൈ ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും ഗൂഗിളിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈറ്റ് മാപ്പ് ചെക്ക് ചെയ്തുകൊണ്ട് സൈറ്റ് മാപ്പിനകത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഡൈനാമിക് ആണ് സൈറ്റ് മാപ്പ്. നമ്മളൊരു പുതിയ പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈറ്റ് മാപ്പിനകത്ത് വന്നോളും. അപ്പോൾ അത് ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി ആൻഡ് എവല്യൂഷന്റെ പോസ്റ്റിനകത്ത് തന്നെ ഐഷ പോയി വീണ്ടും ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുകയോ അല്ലെങ്കിൽ അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും പുതിയ കണ്ടന്റ് ആഡ് ചെയ്യുകയോ ഒരു പാരഗ്രാഫ് കൂടുതൽ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും
സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് വഴി ഗൂഗിളിന് എന്ത് മനസ്സിലാക്കാം, അതിനകത്ത് ചേഞ്ച് വന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിന് പീരിയോഡിക്കലി ഗൂഗിളിന് ചെക്ക് ചെയ്യാനും അതിന് വീണ്ടും ക്രോൾ ചെയ്യാനും പുതിയ ക്യാച്ച് എടുക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടാവും. അപ്പം ഐഷയുടെ നെക്സ്റ്റ് പരിപാടി ഈ ബ്ലോഗിനകത്ത് തന്നെ പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഓൺ പേജ് ഒപ്റ്റിമൈസേഷനെ പറ്റി, SEO ഓൺ പേജ് ഒപ്റ്റിമൈസേഷനെ പറ്റി. ബ്ലോഗറിൽ പോയിട്ട് ന്യൂ ബ്ലോഗ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ന്യൂ പോസ്റ്റ് അവിടെ തന്നെ. അപ്പോൾ അവിടെ പുതിയ പോസ്റ്റിന്റെ ടൈറ്റിൽ വരും. അവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, SEO ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഓൺ പേജിനെ പറ്റി പഠിച്ചിരിക്കുന്നില്ലേ, ടൈറ്റിലിനെ പറ്റി കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ, അത് പിന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റി പഠിച്ച കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള ആദ്യം നമ്മൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് ഒരു ചെറിയ ഡെഫിനിഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അതിനുശേഷം ഓൺ പേജ് ഒപ്റ്റിമൈസേഷനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ടൈറ്റിൽ ഒപ്റ്റിമൈസേഷൻ, അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്തു കൂടാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗിനെ പറ്റി പറയുക. പിന്നെ ബോഡി പോർഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ, H1 ടാഗിനെ പറ്റി പഠിച്ചു, കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്തതിനെ പറ്റി പഠിച്ചു, കീവേഡിന്റെ സാന്നിധ്യത്തെ പറ്റി പഠിച്ചു, പിന്നെന്താ ഇമേജ് ഒപ്റ്റിമൈസേഷൻ പഠിച്ചു, ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ പഠിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ എഴുതി അതൊരു പോസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനകത്തും ഇമേജ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഇമേജ് ഒപ്റ്റിമൈസേഷൻ, ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ ഐഷ പ്രത്യേക ഒരു കാര്യം ചെയ്യേണ്ടത്, ആ ഓൺ പേജ് ഒപ്റ്റിമൈസേഷന്റെ പോസ്റ്റിന്റെ എൻഡിൽ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആഡ് ചെയ്യുക. എഴുതേണ്ടത് ഐ ഹാവ് ആൾറെഡി പബ്ലിഷ്ഡ് എ ബ്ലോഗ് പോസ്റ്റ് അബൌട്ട് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന്. വേണമെങ്കിൽ അതിന്റെ കൂടെ 1-2 സെന്റൻസ് യു ക്യാൻ ഓൾസോ റീഡ് അബൌട്ട് മൈ പ്രീവിയസ് ബ്ലോഗ് അബൌട്ട് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്നുള്ള ടേം സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷന്റെ പോസ്റ്റിലേക്ക് ലിങ്ക് കൊടുക്കുക. അപ്പൊ ആദ്യം ബ്ലോഗിൽ പോയി ഹിസ്റ്ററി ആൻഡ് എവല്യൂഷന്റെ പോസ്റ്റ് ഓപ്പൺ ആക്കി അതിന്റെ URL കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷന്റെ താഴെ കണ്ടന്റിനകത്ത് ഇങ്ങനെ കണ്ടന്റ് ഒരു 2 സെന്റൻസ് എഴുതിയിട്ട് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്നുള്ള ടേം സെലക്ട് ചെയ്തിട്ട് ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ അറിയാലോ, നമുക്കറിയാലോ. അപ്പൊ അത്രയും കൊടുത്തിട്ട് അത് ആ ഓൺ പേജിന്റെ പോസ്റ്റിനകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, സെർച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, പബ്ലിഷ് കൊടുക്കണം. എന്നിട്ട് അതിന്റെ URL നെയിം ഇതുപോലെ സെർച്ച് കൺസോളിൽ വന്നിട്ട് ഇനി URL ഇൻസ്പെക്ഷൻ വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്തിട്ട് എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ അത് ഇൻസ്പെക്ട് ആകും. അവൈലബിൾ ടു ഗൂഗിൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ടെസ്റ്റ് ലൈവ് കൊടുക്കുക. അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ച് പച്ചറ്റിക്ക് വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റേഷൻ കൊടുക്കുക. പിന്നെ സൈറ്റ് മാപ്പ് വീണ്ടും ഇതിലിപ്പോൾ ഈ പോസ്റ്റിന് നമ്മൾ ചെയ്തതുപോലെ തന്നെ ആ പോസ്റ്റിനെ പബ്ലിഷ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബബ്ലി വെനസ്ഡേ ഉള്ള ഒരു 7 o'clock ക്ലാസ് ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സിൽ ഇതിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതും അതിന്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നതും ഒക്കെ പഠിക്കാം. അപ്പം അതിൽ അന്നത്തെ ക്ലാസ്സിൽ ആരെങ്കിലും ലാപ്ടോപ്പ് കൊണ്ടുവരികയാണെങ്കിൽ അവരെ കൊണ്ടത് ചെയ്യിക്കുന്നതായിരിക്കും പഠിപ്പിക്കുക. അപ്പോൾ അത് ചെയ്യുന്നത് നോക്കിയിരുന്നിട്ട് നിങ്ങളുടെ പോസ്റ്റുകൾ ട്വിറ്ററിനകത്തും ലിങ്ക്ഡിനകത്തും ഒക്കെ ഷെയർ ചെയ്യുന്നത് പഠിച്ചാൽ മതി. ഓക്കെ റൈറ്റ്. ഓക്കെ ഗ്രേറ്റ്. So thank you so much. Okay, Aisha. Okay.